നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ അധികാര കൈമാറ്റം ഭരണസിരാ കേന്ദ്രങ്ങളിൽ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന്റെ നിറത്തിലും മാറ്റം വരുന്നു തുടങ്ങുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്ന കരുത്തുറ്റ കറുത്ത കാറുകൾ പോലീസ് ആസ്ഥാനത്തേക്ക് മടങ്ങിയതോടുകൂടി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഔദ്യോഗിക യാത്രകൾക്കായി വെള്ള കാറുകൾ തെരഞ്ഞെടുത്തു. കറുത്ത കാറുകളോടുള്ള സതീശന്റെ വൈമുഖ്യം ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ, പിണറായി വിജയൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കാത്തിരിക്കുന്നത് അപൂർവമായൊരു രാഷ്ട്രീയ യാദൃച്ഛികത തന്നെയാണ്. മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞെങ്കിലും പിണറായി വിജയന് പഴയ കറുത്ത വാഹനങ്ങൾ തന്നെ തുടർന്നും ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് സൂചന. സാധാരണ നിലയിൽ മുഖ്യമന്ത്രി പടിയിറങ്ങുമ്പോൾ ഔദ്യോഗിക വാഹനങ്ങൾ പുതിയ ഭരണാധികാരിക്ക് കൈമാറുകയാണ് പതിവ്. എന്നാൽ കറുത്ത വാഹനങ്ങൾ വേണ്ടെന്ന സതീശന്റെ തീരുമാനം പിണറായി വിജയന് ഗുണകരമാകും. മികച്ച കണ്ടീഷനിലുള്ള ഈ പ്രീമിയം കറുത്ത കാറുകൾ ഇനി പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി നീക്കിവെക്കാൻ പോലീസ് ആസ്ഥാനത്ത് ആലോചനയുണ്ട്. അതേസമയം പ്രതിപക്ഷ നേതാവ് പുതിയ കാർ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് അനുവദിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന അതേ പ്രീമിയം വാഹനങ്ങൾ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും പിണറായി വിജയൻ ഉപയോഗിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. അങ്ങനെ വന്നാൽ അത് ഒരു അപൂർവ ഭാഗ്യമായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. സർക്കാർ ഉടമസ്ഥയിലുള്ളതും എന്നാൽ പുതിയ മുഖ്യമന്ത്രി നിരസിച്ചതുമായ ഈ വാഹനങ്ങൾ പ്രതിപക്ഷ നേതാവിന് അനുവദിക്കുന്നതിൽ നിയമ തടസ്സങ്ങളില്ല. കറുപ്പ് നിറത്തോടുള്ള പിണറായിയുടെ പ്രത്യേക താല്പര്യം ഇതോടെ ഔദ്യോഗിക പദവി മാറുമ്പോഴും തുടരാനാകും എന്നാണ് പറയുന്നത്. സതീശന്റെ വരവ് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് സ്ഥിതി ചെയ്യുന്ന നന്ദൻകോട് നിവാസികൾക്കാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ക്ലിഫ് ഹൗസിന് പരിസരത്തും ഏർപ്പെടുത്തിയിരുന്ന കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങൾ പ്രദേശവാസികളുടെ സൗരജീവിതത്തിന് വലിയ തടസ്സമായിരുന്നു. റോഡുകൾ അടച്ചിടുന്നതും വാഹനങ്ങൾ മണിക്കൂറോളം തിരിച്ചു വിടുന്നതും നന്ദൻകോട്ടെ സ്ഥിരം കാഴ്ചയായിരുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തോടുകൂടി ഈ സുരക്ഷാ ഭാരത്തിൽ നിന്ന് നന്ദൻകോടിന് മോചനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. തന്റെ യാത്രയ്ക്കായി റോഡുകൾ ബ്ലോക്ക് ചെയ്യരുത് എന്നും ജനങ്ങളെ വഴിയിൽ തടയരുത് എന്നും വി.ഡി. സതീശൻ കർശന നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ യാത്രകൾ മൂലം ഗതാഗതക്കുരുക്ക് ഉണ്ടാകാൻ പാടില്ലെന്ന സതീശന്റെ നിലപാട് നന്ദൻകോട് ജംഗ്ഷൻ വഴി യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും. വാഹനവ്യൂഹം വെട്ടിച്ചുരുക്കുന്നതിലൂടെ ലളിതമായ ഒരു ഭരണശൈലിയാണ് സതീശൻ വിഭാവനം ചെയ്യുന്നത്. ആഡംബരങ്ങളോടെ കിലോമീറ്ററുകൾ നീളുന്ന അകമ്പടി വാഹനങ്ങളോ തനിക്ക് ആവശ്യമില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. കറുപ്പ് മാറ്റി വെള്ള നിറം തിരഞ്ഞെടുത്തതിലൂടെ കൂടുതൽ ജനകീയതയും സുതാര്യവുമായ ഒരു മുഖം ഭരണകൂടത്തിന് നൽകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. സുരക്ഷാ സന്നാഹങ്ങൾ കുറയുന്നതോടുകൂടി പോലീസിന്റെ ജോലിഭാരം ഗണ്യമായി കുറയുകയും ചെയ്യും. ഈ ക്ലിഫ് ഹൗസ് പരിസരത്തെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നത് തലസ്ഥാനത്തെ ഗതാഗത സംവിധാനത്തിലും പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരും. സമരങ്ങളും നിരോധനാജ്ഞകളും മൂലം പലപ്പോഴും സ്തംഭിക്കാറുള്ള നന്ദൻകോട് മേഖല ഇനി മുതൽ കൂടുതൽ സ്വതന്ത്രമായി ശ്വസിക്കും. സുരക്ഷയുടെ പേരിൽ സാധാരണക്കാരെ അകറ്റി നിർത്തുന്ന രീതിക്ക് മാറ്റം വരുത്തുമെന്ന സതീശന്റെ ഉറപ്പ് ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. അധികാരത്തിന്റെ കടുപ്പമേറിയ കറുപ്പ് നിറങ്ങളിൽ നിന്ന് ലാളിത്യത്തിന്റെ വെള്ളയിലേക്ക് കേരളം മാറുമ്പോൾ അത് കേവലം ഒരു നിറം മാറ്റം മാത്രമല്ല, മറിച്ച് രാഷ്ട്രീയ സംസ്കാരത്തിലെ വലിയൊരു ചുവടുമാറ്റം കൂടിയാണ്. കറുത്ത കാറുകൾ കടന്നു പോകുമ്പോൾ ഭയപ്പാടോടു നോക്കി നിൽക്കുന്ന ജനങ്ങൾക്ക് മുന്നിലേക്ക് തടസ്സങ്ങളില്ലാതെ വെള്ളക്കാറിൽ മുഖ്യമന്ത്രി എത്തുമ്പോൾ അത് പുതിയൊരു ജനാധിപത്യ ബോധ്യത്തിന്റെ തെളിവായി മാറുകയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ കറുത്ത കാറുകളിൽ തന്നെ തുടരുമ്പോൾ സതീശൻ തന്റെ വെളുത്ത വാഹനത്തിൽ പുതിയൊരു കേരളത്തെ നയിക്കാൻ ഇറങ്ങുകയാണ്. അധികാരത്തിന്റെ ഗർവ് സുരക്ഷാ വലയത്തിലല്ല, ജനങ്ങളുടെ സ്നേഹത്തിലാണെന്ന സതീശന്റെ സന്ദേശം ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞു.